നമുക്കൊരു പുതിയ കഥയിലേക്ക് കിടക്കാം. ഈ കഥ നടക്കുന്നത് ബാംഗ്ലൂരാണ്. ഒരു അണുകുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മക്കൾ, ഭാര്യ, ഭർത്താവ്. അപ്പോൾ ഭർത്താവിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിൽ തരക്കേടില്ലാത്തൊരു ജോലിയുണ്ട്. ഒരു ടെമ്പററി ജോലിയാണ്. അങ്ങനെ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ഭർത്താവിനൊരു അസുഖം വരണം. അസുഖം വരുന്നതോട് കൂടിയിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ക്യാൻസറാണ്. രക്ഷിച്ചെടുക്കാൻ പാടാണ്. ഡോക്ടർമാർ കൈയൊഴിഞ്ഞു. പിന്നെ ലക്ഷങ്ങൾ വേണ്ടി വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതോട് കൂടിയിട്ട് ഈ ഭർത്താവ് മരിച്ചപ്പോൾ ഈ ഭാര്യയുടെ പേരാണ് ശാന്ത. 2 പിള്ളേരുണ്ട്. പിന്നെ ശാന്ത എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാന്ത പിന്നെ കുടുംബം നോക്കണ്ടേ, വാടകയ്ക്ക് താമസിക്കുന്നത്. ബാംഗ്ലൂർ സിറ്റി പോലൊരു സ്ഥലത്ത് ഇങ്ങനെ വാടകയും കൊടുത്ത് ഇങ്ങനെ 2 കുട്ടികളെയും നോക്കി വളർത്തുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അപ്പോൾ ജീവിക്കാൻ വേണ്ടി, കുട്ടികളെ വളർത്താൻ വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഈ പെണ്ണ് ജോലിക്ക് ഇറങ്ങുക. പല സ്ഥലങ്ങളിലും ജോലിക്ക് ചെല്ലുമ്പോൾ പല പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു വലിയൊരു ഹോട്ടലിൽ ഈ പാത്രം കഴുകാനും അതുപോലെ തന്നെ കിച്ചണിൽ ചെറിയ ചെറിയ പണികൾക്കും വേണ്ടിയിട്ട് ഈ സ്ത്രീ അവിടെ കയറുന്നത്. ആ ഹോട്ടലിൽ നിന്നുകൊണ്ട് തന്നെ കുട്ടികളെ പഠിപ്പിച്ചു. കുട്ടികൾ വലുതായി വന്നു. അതിനപ്പോൾ കുട്ടികൾ കോളേജിൽ പഠിക്കുന്ന സമയമായി. ഈ പെൺകുട്ടിക്ക് ഈ നമ്മുടെ ശാന്തയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 55 വയസ്സായി. അങ്ങനെ അവർ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാലത്ത് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഒരു 5 മണിക്ക് ഹോട്ടലിൽ നിന്ന് പോരും. അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇതുപോലെ ജോലിക്ക് പോയ ഇവരമ്മ, 2 മക്കൾ, അവരമ്മ രാത്രിയായിട്ട് തിരിച്ചു വന്നില്ല. തിരിച്ച് ഒരു കാത്തിരുന്ന് കാണാണ്ടായപ്പോൾ ഒരു അടുത്ത വീട്ടിലൊക്കെ പറഞ്ഞു എൻ്റെ അമ്മേനെ കാണാനില്ല. അപ്പോൾ 1-2 ആൾക്കാരൊക്കെ കൂടിയിട്ട് അവർ ഹോട്ടലിൽ ചെന്നു. ഹോട്ടലിൽ ചെന്നിട്ട് ചോദിച്ചു എൻ്റെ അമ്മ വീട്ടിലെത്തിയില്ല, അവിടെ നിന്ന് പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അമ്മ കൃത്യസമയത്ത് തന്നെ ജോലിക്ക് വന്നു, കൃത്യസമയത്ത് തന്നെ അവിടെ നിന്ന് പോയില്ലോ, പിന്നെ ഇവിടെ അമ്മ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇവർ തിരിച്ചു വന്ന് പല സ്ഥലങ്ങളിൽ അന്വേഷിച്ച് രാത്രി 10 മണിയായപ്പോൾ അടുത്തുള്ളവർ പറഞ്ഞു എന്തായാലും അമ്മേനെ കാണാത്ത സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നൊരു പരാതി കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ 2 പയ്യന്മാരും പോയി അവിടെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം. ഫോട്ടോ സഹിതം കൊടുത്തു എൻ്റെ അമ്മേനെ കാണാനില്ല, ഇങ്ങനെ ഹോട്ടലിൽ ജോലിക്ക് പോയതാണ്. അപ്പോൾ ഒരു മിസ്സിങ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അവരപ്പോൾ എന്ത് ചെയ്യും? പോലീസുകാർ സകല പോലീസ് സ്റ്റേഷനിലേക്കും ഒരു 55 വയസ്സായ ശാന്ത എന്നൊരു സ്ത്രീയെ കാണാതായിരിക്കുന്നു, അപ്പോൾ നിങ്ങളൊന്ന് അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കൊടുത്താൽ ബാംഗ്ലൂർ സിറ്റി പോലുള്ളൊരു സംഭവം സിറ്റിയിൽ അങ്ങനെ ഒരു വിഷയം വന്നാൽ തന്നെ അതൊന്നും ആരും ശ്രദ്ധിക്കില്ല. അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തു. എല്ലാവരും പോലീസുകാർ പറഞ്ഞു അന്വേഷിക്കാൻ നിങ്ങൾ പൊക്കോളൂ, നമ്മൾ എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്താമെന്ന് പറഞ്ഞാൽ ആ 2 പയ്യന്മാർ പുറത്ത് വീട്ടിലേക്ക് വിട്ടു. പയ്യന്മാർക്ക് കാണിച്ചാൽ സമാധാനമില്ല. അമ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് കാണപ്പെട്ട ദൈവമാണ്. അവരങ്ങനെ ഒരുപാട് വന്ന് രാത്രി ഉറങ്ങിയില്ല, നേരം വെളുത്തും ഉറങ്ങിയില്ല. നേരം വെളുത്തിട്ട് അവർ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ നടന്നു തുടങ്ങി. ഓരോ സ്ഥലങ്ങളും അമ്മ പോവാനുള്ള സ്ഥലങ്ങളിലും പരിചയക്കാരെടുത്തും എല്ലായിടത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ, ഒരു 2-3 കിലോമീറ്ററോളം നീങ്ങിയിട്ട് ഒരു ബിൽഡിങ്, വലിയൊരു ഫ്ലാറ്റ് പണിയുന്ന ഒരു സംശയമുണ്ട്. അവിടെ കുറേ ഒരു ഫ്ലാറ്റുകൾ പണിയാൻ നിൽക്കണ്, അതുപോലെ തന്നെ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ സ്ഥലത്ത് അവിടുത്തെ ഒരു ജോലിക്കാരൻ ആ വർക്കിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെ എൻ്റെ ഒരു പെണ്ണിൻ്റെ ഡെഡ് ബോഡി കിടക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ആ നിലയ്ക്കിനെ കിടക്കണത് എന്താ വെച്ചാൽ തല പൊളിഞ്ഞ് ചോര വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നൂല് വസ്ത്രമില്ല. അതുപോലെ തന്നെ സ്വകാര്യ ഭാഗത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചോര അതിൽ നിന്നും വരുന്നുണ്ട്. അതുപോലെ തന്നെ മൊലിയൊക്കെ ആകെ കടിച്ച് പൊട്ടിച്ച് ആകെ നാശമാക്കിയിരിക്കുന്ന ഒരു ഭയങ്കര കണ്ടു കഴിഞ്ഞാൽ ഭീകരമായി തോന്നുന്ന ഒരു സ്ത്രീയുടെ ശവശരീരമാണ് കിടക്കുന്നത്. അപ്പോഴേക്കും അവർ പറഞ്ഞു ആരും കടക്കരുത്, പോലീസിനെ വിളിക്കണം, പോലീസ് അന്വേഷിച്ച് വരണം എന്ന് പറഞ്ഞിട്ട് പോലീസിനെ വിളിക്കുന്നു. പോലീസ് വരുന്നു, പോലീസ് ഫോറൻസിക് വിദഗ്ധർ വരുന്നു, കംപ്ലീറ്റ് ചെക്കിങ് ചെയ്യുന്നു. അങ്ങനെ വിരലടയാ വിദഗ്ധം വരുന്നു. അങ്ങനെ എല്ലാം നോക്കി ഒരു തുമ്പും കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ പോലീസ് പിന്നെ അടുത്തത് അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ ആരാണ്, എന്താണ്, എവിടെയെങ്കിലും വല്ല മിസ്സിങ് ആയതോ ആണോ എന്ന് വിചാരിച്ചിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു മിസ്സിങ് കേസ് ഉണ്ട്, ഈ ശാന്തയുടെ മിസ്സിങ് കേസ് ഉണ്ട്. അപ്പോൾ എന്തുണ്ടാ വെച്ചാൽ ശാന്തയുടെ മക്കളെ കൊണ്ടുവന്ന് ബോഡി ഇവിടേക്ക് മാറ്റി, മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ പോയി മോർച്ചറിയിൽ ഈ 2 മക്കളും അമ്മേനെ തിരിച്ചറിയാം. അവർ പറഞ്ഞ് ഞങ്ങളുടെ അമ്മയുടെ അടുത്തൊന്ന് പറയണം. അതോടുകൂടിയിട്ട് മക്കളങ്ങോട്ട് കരഞ്ഞ് വിളിച്ച് ഇത്രയും ഒരു അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു പോയിട്ട് അമ്മ ഇവർക്ക് വേണ്ടി തന്നെ ജീവിച്ചത്. 55 വയസ്സ് വരെ കണ്ണിൽ കൃഷ്ണമണി പോലെ ഈ ഹോട്ടലിലെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പല ജോലികളും ചെയ്തിട്ട് അവിടെ ഒന്നും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ആൾക്കാർ ഈ പെണ്ണിനെ കയറി പിടിച്ചിട്ടും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ പോലും ഒക്കെ വന്നപ്പോൾ ഈ മാനസിക സമ്മർദ്ദം കാരണം അവിടെ നിന്നൊക്കെ ജോലി വിട്ടു പോകുന്നു. അവസാനം ഒരു സ്ഥിരം ജോലി എന്നുള്ള നിലയിലാണ് ഈ ഹോട്ടലിൽ ജോലി കിട്ടിയത്. പക്ഷെ അത് ഇങ്ങനെയായി.
അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിട്ട് ജീവിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ആ മക്കൾക്ക് എന്തോരം ദുഃഖം ഉണ്ടാവും നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസ് അന്വേഷണം ആരംഭിക്കുന്ന ഇപ്പോൾ ഏത് അന്വേഷണം ആരംഭിക്കുന്ന അടുത്ത് എവിടെ CCTV ഉണ്ടോ എന്താണെന്നൊക്കെ ചോദിക്കലാണ്, അന്വേഷിക്കലാണ്. അതൊക്കെ കളക്ട് ചെയ്യാനത് അവർ അന്വേഷണം തുടങ്ങി. അപ്പോൾ മക്കളെ വിളിച്ചിട്ട് ചോദിച്ചു, അമ്മയ്ക്ക് എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള ബന്ധങ്ങളുണ്ടോ, ആരെങ്കിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു. അമ്മയ്ക്ക് എന്തൊക്കെയെങ്കിലും വല്ല മോശം ബന്ധങ്ങളുണ്ടോ എന്നുള്ളത് ആദ്യം അറിയാനാണ് അവർ പോലീസ് ശ്രമിക്കുന്നത്. അപ്പോൾ മക്കളിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ക്ലൂ കിട്ടി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഒന്നും ഇല്ല. പക്ഷെ അമ്മയ്ക്ക് ആകെയുള്ളൊരു ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കുറച്ച് മദ്യപിക്കും. അത് മാത്രമാണ് അമ്മയുടെ ഏറ്റവും വലിയ ദുഃഖം. കുറച്ച് മദ്യപിച്ച് ചിലപ്പോൾ വീട്ടിൽ വന്നിരുന്നിട്ടും കുറച്ച് മദ്യപിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ക്ലൂ ആക്കി പോലീസ് വെച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ബാറിലോ ഇവർ പോയി മദ്യപിച്ചിട്ടുണ്ടാവാം, അവിടെ നിന്ന് മദ്യം വാങ്ങിയിട്ടുണ്ടാവാം. അവിടുത്തെ CCTV ആയി പിന്നെ അവർ മെയിനായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അവിടെ അടുത്തുള്ള ഒരു ബാറുണ്ട്, ആ ബാറിൽ പോയി അവിടുത്തെ CCTV പരിശോധിച്ചു. അപ്പം നോക്കുമ്പോൾ ശാന്ത അവിടെ ചെന്നിട്ട് അവിടുന്ന് മദ്യം മേടിച്ചിട്ടുണ്ട്. മദ്യം മേടിച്ച് 2 കുപ്പി മദ്യം മേടിച്ചിട്ട് അതിൽ നിന്ന് ഒരു കുപ്പി കയ്യിലും വെച്ച് ഒരു കുപ്പിയിൽ നിന്ന് കുറച്ച് കുടിച്ചിട്ട് അവിടെ നിന്ന് പോണത്. അപ്പോൾ ഈ അത്തരം വിഷ്വൽസ് അവിടെ നിന്ന് കിട്ടി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് റോഡുകളിലുള്ള കടകളിലുള്ള വീടുകളിലുള്ള വിഷ്വൽസ് തപ്പാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വിഷ്വൽസിൽ നമ്മുടെ കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശാന്തേനെ ഒരു പയ്യൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മനസ്സിലായി. അപ്പോൾ ഈ ഫോളോ ചെയ്യുന്ന പയ്യനെ നോക്കിയപ്പോൾ അവരത് സൂം ചെയ്തെടുത്ത് നോക്കിയപ്പോൾ ഫോളോ ചെയ്യുന്ന പയ്യനെ കണ്ടു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗത്തേക്ക് പിന്നെ CCTV ഇല്ല. പിന്നെ ആ പയ്യനെ കണ്ടിട്ടുമില്ല. CCTV അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഇവരെ വീടിൻ്റെ അടമാരുള്ള CCTV ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ പയ്യനെ അവർ നോക്കി. അപ്പോൾ ആ പയ്യനെ അന്വേഷിച്ച് അത് സ്പോട്ട് ചെയ്തപ്പോൾ അവിടെ അടുത്തുള്ള ഒരു പെയിൻറ്റ് പണിക്കാരനാണ്. അതുപോലെ കൺസ്ട്രക്ഷൻ വർക്കിൽ പണിയെടുക്കുന്ന ഒരു പയ്യനാണ്, ഒരു ബംഗാളി പയ്യനാണ്. അപ്പോൾ ഒരു 19 വയസ്സായുള്ള ഒരു പയ്യനാണ് എന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെ ആ പയ്യൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോലീസ് എത്രയും പെട്ടെന്ന് ചെല്ലണം. ഇവനാണ് കൊലപാതകി എന്നുള്ള ഉറപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇവൻ്റെ നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടണം എന്ന് അറിഞ്ഞുകൊണ്ട് നേരിട്ട് അവിടേക്ക് ചെല്ലണം. അവിടേക്ക് ചെന്ന് നോക്കിയപ്പോഴേക്കും അവൻ താമസിക്കുന്ന വീട്ടിൽ അവൻ നാട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ പോയിന്നാണ് പറഞ്ഞു. പോയിട്ട് അരമണിക്കൂറായിട്ടുള്ളൂ എന്ന് പറഞ്ഞു വീട്ടുടമ. ഉടനടി റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ചെന്ന് തപ്പിയോട് കൂടിയിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവനെ കിട്ടി. അപ്പം തന്നെ അവനെ അറസ്റ്റ് ചെയ്തിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇവൻ ഇതിൻ്റേതായുള്ള ഇങ്ങനെ ഉണ്ടായി എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ അവൻ പറയുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ വന്ന് ആ ബാറിൽ 10-30 ആൾക്കാർ മദ്യപിക്കാതിരിക്കുന്ന സ്ഥലത്ത് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് പോയി മദ്യപിച്ച് ഒരു കുപ്പി മേടിച്ച് കൊണ്ടുപോരുമ്പോൾ ഇവൻ അത് കണ്ടപ്പോൾ പിന്നെ ഒരു അത്ഭുതമായി. ഇവൻ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കണ്ടപ്പോൾ എന്തായാലും ഇതന്നെ നമ്മുടെ ഇന്നത്തെ എര എന്ന് പറഞ്ഞിട്ട് ഇവൻ പിന്തുടർന്ന് ആൾക്കാരില്ലാത്ത ഏരിയയിൽ കുറച്ച് ഏരിയ വന്നോട് കൂടിയിട്ട് അപ്പം തന്നെ ഈ പെണ്ണിൻ്റെ മുഖം പൊത്തിയിട്ട് ആ കാട്ടിലേക്ക് വലിച്ചുകൊണ്ടായി. ഇവൻ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന കാരണം ഇവനറിയാം എവിടെയൊക്കെയാണ് പണി നടക്കുന്നത്, എവിടേക്കാണ് ഒഴിവുള്ളത് എന്നൊക്കെ അവന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഇവൻ ആ മുഖത്ത് പിടിച്ചപ്പോൾ പോരാത്തതിന് ശാന്ത മദ്യപിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു മയക്കം കൂടി ഉണ്ട് ശാന്തയ്ക്ക്. എത്ര വിടിയിക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. അങ്ങനെ ഈ വർക്കിംഗ് സൈറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ചെന്നിട്ട് ഉള്ള ഡ്രസ്സുകളെല്ലാം ഊരിയെടുത്തിട്ട്, അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് കൊന്നത് ബലാത്സംഗം കഴിഞ്ഞിട്ടാണ് കൊന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവൻ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ചെന്നിട്ട് ആ സകല ഡ്രസ്സുകൾ ഊരി ഇവൻ ബലാത്സംഗം കഴിഞ്ഞിട്ടാണ് ഇവൻ തലയ്ക്ക് ഒരു കല്ലെടുത്ത് എറിഞ്ഞു. അതുപോലെ തന്നെ മുല ഇടിച്ച് തകർത്തു. അതുപോലെ തന്നെ രഹസ്യഭാഗത്ത് അവിടെയും ഇടിച്ചിട്ട് അവിടെയും ചോര വന്നു. അങ്ങനെ മൃഗീയമായിട്ട് ഇവൻ ബലാത്സംഗം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീനെ കൊന്നത്. അത് കഴിഞ്ഞപ്പോൾ അവന് വീട്ടിൽ എത്തിയപ്പോൾ നേരം വെളുത്തപ്പോൾ അവന് മനസ്സിലായി ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടാം എന്ന് പറഞ്ഞിട്ട് ഇവൻ സ്ഥലം വിടണ നേരത്താണ് ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇത് ബാംഗ്ലൂർ ഒരുവിധം സ്വല്പം ഒരു കോളികളൊക്കെ ഉണ്ടാക്കിയ ഒരു കേസാണ്. കാരണം വെച്ചാൽ മിസ്സിംഗ് കേസ് അതൊരു കൊലപാതകമായി മാറി കഴിഞ്ഞാൽ പോലീസിന് തലവേദനയാണ്. പിന്നെ അത് എന്തായാലും കണ്ടുപിടിച്ച് അതിൻ്റെ കൂടെ പത്രക്കാരും മറ്റുള്ള ആൾക്കാരും നിൽക്കും. അതിങ്ങനെ ഇത്രയും നിഷ്കുരമായിട്ടുള്ള ഒരു മരണം കൂടി കൊലപാതകത്തോടൊപ്പം തന്നെ ബലാത്സംഗം കൂടി നടക്കുമ്പോൾ അത് ജനശ്രദ്ധയിൽ ചെന്നൊരു കേസാണ്. അത് കഴിഞ്ഞ് ഇവനെ ഇപ്പോൾ മൂപ്പര് ജയിലില്ല. അപ്പോൾ
നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ആർക്കും എത്ര കൊച്ചു കുട്ടികളായാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ 50 വയസ്സായാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ 70 വയസ്സായാലും കുഴപ്പമില്ല, ഈ മദ്യം എന്ന് പറഞ്ഞാൽ മദ്യം ചെന്ന് കഴിഞ്ഞാലും ഇനിയിപ്പോൾ മദ്യം ഇല്ലെങ്കിലും ആർക്കും എന്ത് ചെയ്യാം, ഈ വികാരം വന്നു കഴിഞ്ഞാൽ എന്തും ചെയ്യാം എന്നുള്ളൊരു സ്ഥിതിയാണ് വരുന്നത്. ഇപ്പോൾ ഒരു 10-30 ആൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാറിലേക്ക് ഒരു പെണ്ണ് വന്ന് മദ്യപിക്കുമ്പോൾ ആ മദ്യപിക്കുന്ന പെണ്ണ് പോക്കാന്ന ഒരാളും ചിന്തിക്കരുത്. അതിപ്പോൾ ഇവൻ എന്താ വിചാരിച്ചേ, ഇത്രയും ആൾക്കാർ മദ്യപിക്കാൻ വരുന്ന ഒരു ബാറിൽ ഈ ഒരു സ്ത്രീ വന്ന് മദ്യപിക്കുമ്പോൾ ആ മദ്യപിക്കുന്ന സ്ത്രീ എന്തായാലും മോശക്കാരിയാണ്, അവൾ ഒരു വേശ്യയാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഇവൻ ഈ പണിയൊക്കെ ചെയ്തത്. പക്ഷേ അതൊരു കുടുംബം നോക്കുന്ന ഒരു കുടുംബം ചുമലിലേറ്റി അവർക്ക് അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മാനസിക ടെൻഷനും ഇതൊക്കെ കാരണമാണ് ആ സ്ത്രീ മദ്യപിക്കുന്നത്. രാത്രി വരെ 5 കാലത്തൊട്ട് 5 മണി വരെ ഹോട്ടലിൽ പാത്രം കഴുകി മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ സ്ത്രീ മക്കളോട് പറയാറുണ്ട്, എന്താണ് ഇത്രയും പണി ചെയ്ത് ശരീരം ആകെ വേദന എടുക്കുക, ബുദ്ധിമുട്ട്, വിഷമം, അതുപോലെ വൈകുന്നേരം ഉറക്കമില്ല, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടും ശരീരവേദന എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഇനി അവർ ഈ സ്വല്പം മദ്യപിക്കുന്നത്. അത് ഇന്നത്തെ കാലത്ത് ഒരു തെറ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അവർക്ക് അത്രയധികം മാനസിക പ്രശ്നങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്. അവർക്കപ്പോൾ ഒരു മദ്യം കിട്ടണമെങ്കിൽ അവർക്ക് ഒന്നില്ലെങ്കിൽ ഭാര്യയെ ചെല്ലണം. അപ്പോൾ ആ ഭാര്യയെ ചെല്ലുന്ന സ്ത്രീകളെല്ലാവരും മോശക്കാരായിട്ട് ആരും കാണരുത്. അത് അവർക്ക് അവരുടേതായുള്ളൊരു ജീവിതമുണ്ട്. അവരെ വിഷമങ്ങൾ, അവരെ ബുദ്ധിമുട്ടുകൾ ഇറക്കി വയ്ക്കാൻ അവർ ഇത്തിരി മദ്യപിക്കുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഈ സ്ത്രീനെ തെറ്റായി കണ്ടത് കൊണ്ടാണ് ഇങ്ങനൊരു കൊലപാതകം ഉണ്ടായത്. എന്തായി, ആ 2 മക്കൾ അനാഥരായി. അവർക്ക് അന്നം കൊണ്ടുവരുന്ന ഒരു അമ്മയാണത്. ആ അമ്മ ഒരു മോശം സ്ത്രീയല്ല. എന്നിട്ട് അതും കൂടി മനസ്സിലാക്കാണ്ട് 55 വയസ്സായ ഒരു സ്ത്രീനെ നിഷ്കുരണമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. അങ്ങനെയുള്ള കാപാലികന്മാരുള്ള ഒരു നാടാണ് നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ നിങ്ങൾ സൂക്ഷിക്കുക. ഇത്രയും നമുക്കതിൽ പറയാനുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നല്ല രീതിയിൽ ജീവിക്കുന്നവർ നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള അസമയങ്ങളിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യാണ്ടിരിക്കുക. നിങ്ങളുടെ പിന്നിൽ നിങ്ങളുടെ തന്നെ കാലൻ പിന്നാലെ നടക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോയോട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് അടിക്കുന്നവരൊന്നും ലൈക്ക് അടിച്ചോളൂ. ഓക്കെ.